89.6 FM Sargakshetra SK Hotspot. ഈ മെയ് 24 റിലീസായ സിനിമ തലവൻ. ആ സിനിമ നമ്മളെല്ലാവരും പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ഇങ്ങനെ കയറി നമ്മൾ ആഘോഷമാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. തലവന്റെ ഹിറ്റ് നമ്മൾ ആഘോഷമാക്കുമ്പോൾ തലവനിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ദിനീഷ് പി ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ചേട്ടാ, വെൽക്കം ടു SK Hotspot. ഓക്കെ താങ്ക് യു. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. യെസ് ചേട്ടാ, എന്തുണ്ട് വിശേഷം? വിശേഷം സന്തോഷം ആയിട്ടിരിക്കുന്നു. നമ്മൾ അഭിനയിക്കുന്ന സിനിമകള് തിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിൽ വിജയിക്കുന്നു. പിന്നെ ഞാൻ ചെയ്ത ക്യാരക്ടറൊക്കെ നന്നായെന്ന് പറഞ്ഞ് അത്യാവശ്യം ആൾക്കാരൊക്കെ മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബിഗിനർ എന്ന നിലയിൽ, ആക്ടിങ്ങിൽ ഒരു ബിഗിനർ ആണല്ലോ നമ്മളിപ്പോൾ, അപ്പം ആ നിലയിൽ ഒരു വളരെ സന്തോഷമായിട്ടുള്ളൊരു നിമിഷമാണ്. ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നു. ചേട്ടൻ ഇപ്പൊ പറഞ്ഞല്ലോ അത്യാവശ്യം ഹിറ്റൊക്കെ ആവുന്നത്, അഭിനയിച്ച എല്ലാ സിനിമകളും ഹിറ്റാണ്. എങ്ങനെ സാധിക്കും ഇതൊക്കെ? അയ്യോ, അത് നമ്മുടെ ഇതിലല്ല, അതൊരു നിമിത്തങ്ങളാണ്. കാര്യം നമ്മളല്ല സിനിമയിലെ ഹീറോകള്, എങ്കിലും നമ്മൾ പാകമാകുന്നു. സിനിമകളൊക്കെ ഹിറ്റാകുമ്പോഴാണ് നമുക്കും കൂടുതൽ അവസരങ്ങളൊക്കെ വരുന്നത്. മറ്റുള്ള സിനിമകളും നല്ലതാണ്, എങ്കിൽ എല്ലാരും കാണുന്ന സിനിമകളിലൂടെ ആയിരിക്കുമല്ലോ കൂടുതലും അറിയപ്പെടുന്നത്. അതെ അതെ, ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ലക്കി ചാം എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം അല്ലേ? കാരണം ഫസ്റ്റ് നായാട്ടിൽ അഭിനയിച്ചു, പിന്നെ RDX ഉണ്ടായിരുന്നു, ഉടലിലുണ്ടായിരുന്നു, അതിന്റെ ലേറ്റസ്റ്റ് തലവനില് ഈ അഭിനയിച്ച 4 സിനിമകളും ഹിറ്റ് എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാം. സോ ആ സിനിമകളിലൂടെയൊക്കെ നമുക്ക് പരിചിതമായിട്ടില്ല, പക്ഷെ നമ്മളെ എല്ലാം വെറുപ്പിച്ച എന്ന് തന്നെ പറയാം അല്ലേ? ഓക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നായാട്ട് സിനിമയിലേക്ക് ജസ്റ്റ് ഒന്ന് പോവാണെങ്കിൽ, ചേട്ടാ നീ ആ സിനിമ ചെയ്ത് ഭയങ്കരമായിട്ട് വെറുപ്പിച്ചടാ, എനിക്ക് അടിക്കാനായിട്ട് തോന്നി എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്ത് സന്തോഷം കിട്ടിയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു അല്ലേ? അതെ, ഒരു ആക്ടർ എന്ന നിലയിൽ നമ്മൾ ചെയ്തത് ജനങ്ങൾ സ്വീകരിക്കുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷം. പിന്നെ അതൊരു ഫസ്റ്റ് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ആവുന്നൊന്നും പ്രതീക്ഷിച്ചൊന്നുമില്ല, അതങ്ങനെ സംഭവിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ദിനീഷ് ചേട്ടനാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് SK ഹോട്ട്സ്പോട്ടിൽ. സോ ചേട്ടന്റെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം, കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM Sargakshetra SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ദിനീഷ് പി. തലവൻ എന്ന സിനിമയിലൂടെ നമുക്കൊക്കെ ഏറെ പരിചിതമായിട്ടുള്ള മുഖം. അപ്പൊ ചേട്ടാ, ഫസ്റ്റ് ചോദിക്കാനുള്ളത് തന്നെ തലവനിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? അത് തന്നെ ചോദിച്ച് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. തലവനേക്കുള്ളത് പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ചതാണ്. അപ്പം ജിസ് ജോയ് സാറ് നമ്മുടെ മുന്നുള്ള നായാട്ടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ ഇതേപോലെ വിളിച്ചു. അത് ഞങ്ങൾ ഡയറക്റ്റ് മീറ്റ് ചെയ്ത് പറഞ്ഞു നായാട്ടൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇതിനകത്തൊരു ക്യാരക്ടറുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടർ പറഞ്ഞു അങ്ങനെ എത്തിയതാണ്. നമ്മൾക്ക് വരുന്നത് പൊതുവെ സിനിമകള്, ഞാൻ മുൻപ് ചെയ്ത സിനിമകൾ കണ്ടിട്ട് വിളിക്കാറുള്ളതാണ്. പിന്നെ ഞാൻ ചാൻസ് ചോദിക്കാറുണ്ട്. ഇപ്പം അത്യാവശ്യം നമ്മൾ ഇന്നത്തെ കാലത്തൊരു നടനായി നിലനിൽക്കണമെന്നുള്ളത് ഒരു ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ല. കാര്യം അതൊരു അറിയാലോ, നമ്മൾ മാത്രമല്ല ഒരുപാട് ആക്ടേഴ്സ് വരുന്നുണ്ട്, എല്ലാ തരത്തിലും, ആണുങ്ങളായാലും പെണ്ണുങ്ങളാണെങ്കിലും. അപ്പം അതിലൊരു കോമ്പറ്റീഷനാണ് ഈ ജോബ്. അതുകൊണ്ട് ഇപ്പം മാക്സിമം ഡയറക്ടേഴ്സിനെയൊക്കെ വിളിക്കും. അപ്പം ചിലവരൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചിലതൊക്കെ നമ്മുടെ മുൻനിര സിനിമകൾ കണ്ടിട്ട് വിളിക്കും. അങ്ങനെയാണ് കൂടുതലും വരുന്നത്. ഇപ്പൊ ഒരു 18ഓളം സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഒരു 13 സിനിമകളോളം റിലീസായിട്ടുണ്ട്. ഇനി 2-3 സിനിമകളും കൂടെ ഇറങ്ങാനുണ്ട്. ഇപ്പൊ ഒരു സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആഹാ, ഓക്കെ. അപ്പം ലേറ്റസ്റ്റ് പ്രോജക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ചോദിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചേട്ടൻ ഇപ്പൊ മുമ്പേ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആക്ച്വലി ഈ ഒരു ആക്ടർ എന്നുള്ളതല്ല, അല്ലെങ്കിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇന്നൊരാള് എന്ന് നിലനിർത്താനായിട്ട് കുറച്ച് പാടാണ്. കാരണം ഒരുപാട് മുഖങ്ങളാണ് വന്നുകൊണ്ടേ ഇരിക്കുന്നത്. സോ അതിൽ ചേട്ടനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്? ഇപ്പൊ പറഞ്ഞു ഡയറക്ടേഴ്സിനെ വിളിക്കും എന്ന് പറഞ്ഞു, അതല്ലാണ്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും ഈ ഒരു മുഖം മലയാളികൾ മറന്നു പോവാതിരിക്കാനായിട്ട്? അത് പ്രത്യേകിച്ച് എനിക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റും. നമ്മളെ ഇപ്പം ജനങ്ങൾ ഓർക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഞാൻ അങ്ങനെ ഒരു സർക്കിളിലൊന്നും ഉള്ള ഒരു ആക്ടറൊന്നും അല്ല. ഇതിനു വേണ്ടി ഞാൻ ആലപ്പുഴയിലാണ് താമസിക്കുന്നത്. ഞാനല്ലാതെ കൊച്ചിയിലൊന്നും പോയിട്ട് ഇതിനൊന്നും വേണ്ടി നിൽക്കാറില്ല. കാര്യം ആലപ്പുഴയിൽ നിന്ന് അടുത്താണ് കൊച്ചി. പിന്നെ ഞാൻ ഇത് സിനിമ ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലാതെ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ വർക്ക് ചെയ്ത് വന്നൊരു നടനായ ഒരാളല്ല ഞാൻ. ഇങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അത്യാവശ്യം പരിചയത്തിൽ എവിടെയെങ്കിലൊക്കെ ഓഡീഷനൊക്കെ പോകും. അങ്ങനെയാണ് നാട്ടിലോട്ട് വന്നത്. അങ്ങനെ ഫസ്റ്റ് സിനിമ തന്നെ ചെയ്തു. നമുക്കൊരു ബ്രേക്ക് ഒക്കെ കിട്ടി. അത്യാവശ്യം സിനിമകളിൽ നമ്മളെ വിളിക്കാറുണ്ട്. പിന്നെ ഇതിനു വേണ്ടി എന്തുവാണ് ചെയ്യുക എന്ന് എനിക്ക് അറിയില്ല. ഒന്നും ചെയ്യാനില്ല. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഡയറക്ടേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുക, അവരെയൊക്കെ പോയി മീറ്റ് ചെയ്യുക,
പിന്നെ അവര് നമ്മളെ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കും. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഡയറക്ടേഴ്സിനൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ആ ഒരു നിലനിൽപ്പ് നമ്മൾ എന്താ ഇങ്ങനെ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ക്ലിയർ ആക്കുന്നു അല്ലേ? ക്ലിയർ ആക്കും, അത്രേ ചെയ്യാനുള്ളത്. പിന്നെ ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നോട് പലരും ചോദിക്കും, ഈ പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ എന്നോട്, ചേട്ടാ എങ്ങനെയുണ്ട്, ഞങ്ങൾക്ക് വല്ല ചാൻസ് ഉണ്ടോ? ഞാൻ ജെനുവിനായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അല്ലാതെ ഒരാൾ സിനിമാ നടനായി എന്ന് പറഞ്ഞിട്ട് അയാൾ മറ്റുള്ള ജനങ്ങളിൽ നിന്നൊന്നും ഭയങ്കര വ്യത്യസ്തനൊന്നും ആവുന്നൊന്നുമില്ല, അല്ലേലും ഇല്ല. ഞാൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ വിചാരിക്കാം ഒരാൾ ഒരു സിനിമ പോലെ ഒരു ജോബിൽ എത്തിക്കഴിയുമ്പോൾ അയാൾ ഫിനാൻഷ്യലിലും അയാൾ എല്ലാ രീതിയിലും ഭയങ്കര നിലയിലായി എന്നൊരു ചിന്ത ഒരു സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. സത്യത്തിൽ അങ്ങനെ അല്ല. ചിലപ്പം വലിയ വലിയ നടന്മാർക്കും നല്ല നിലയിൽ നിൽക്കുന്നവർക്കും അവരും പെട്ടെന്നൊന്നും എത്തിയതല്ല, അവരും വർഷങ്ങൾ കൊണ്ട് അധ്വാനിച്ചെത്തി, അങ്ങനെയുള്ളവർക്കൊക്കെ ആകാമായിരിക്കും. ഒരു ബിഗിനർ എന്ന നിലക്കൊന്നും അങ്ങനെയൊന്നും ഇല്ല. നമ്മളും മറ്റുള്ളവരെ പോലെയൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു ജീവിതവും ഇതൊക്കെ ആയിട്ടാണ് പോകുന്നത്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ആളുകള് കുറെ കൂടെ പണ്ടത്തേനേക്കാളും മനസ്സിലാക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരു ബിഗിനർ എന്ന് സാധാരണ നിലയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ എന്നാല് സിനിമയിലൊക്കെ വന്നു, സിനിമ തിയേറ്ററൊക്കെ ഇപ്പം ആലപ്പുഴയിലല്ലാണ്ട് മറ്റു ജില്ലകളിലൊക്കെ മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത് ആ സിനിമയിൽ അഭിനയിച്ച ആളല്ലേ എന്നൊക്കെ ചോദിച്ചു വരാറുണ്ടേ. ആ ഒരു സെലിബ്രിറ്റി ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഞാൻ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ള തോന്നലൊന്നും എന്റെ ഉള്ളിൽ ഇല്ല. ഞാൻ അങ്ങനെ ഒരാളും അല്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ ഈ പുറത്തൊക്കെ പോകാൻ നേരത്ത് ഒരുപാട് പേര് ഇപ്പം RDX ഇറങ്ങി, നായാട്ടൊക്കെ ഇറങ്ങിയപ്പോൾ ഞാനത് എന്നെ ഇത്രയും പേര് തിരിച്ചറിയുന്നൊന്നും ഞാൻ ചിന്തിക്കാറ് പോലില്ല. പക്ഷെ ഞാൻ പല ജില്ലകളിൽ, ഞാൻ കാസർഗോഡ് ഒരു പടം ചെയ്തുകൊണ്ടിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരുപാട് പേര് എന്നെ പരിചയപ്പെട്ടു. പിന്നെ ഞാനൊരു തമിഴ് പടം ചെയ്തപ്പോഴേക്കും മുംബൈയിൽ അപ്പം ഞാനിങ്ങനെ പുറത്തിറങ്ങി ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് മലയാളി മറ്റേ പടത്തിലെ ആളല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എയർപോർട്ടിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ അത്യാവശ്യം ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നു. പിന്നെ ഞാനിപ്പം നേരത്തെ ചോദ്യം സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലില്ല. കാര്യം ഞാൻ പിന്നെ ആരെങ്കിലും നമ്മൾ ചെയ്തൊരു സിനിമ കണ്ടിട്ട് ബ്രോ അന്ന് ചെയ്ത ആ സിനിമ നന്നായിരുന്നു, നല്ല ക്യാരക്ടർ, ഞങ്ങൾക്ക് അഭിനയം കണ്ടിട്ട് നന്നായിട്ട് തോന്നി, നാച്ചുറൽ ആയിട്ട് തോന്നി എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ അപ്പോഴത്തെ ഒരു ഐഡിയയിലാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഞാനിത് ആക്ടിങ് ഡ്രാമ സ്കൂളും അങ്ങനെ ഒന്നും പഠിക്കുന്ന ഒരാളല്ല. നമ്മളൊരു വേറെ ജോലിയും കാര്യങ്ങളും ഒരു നോർമലായിട്ട് പോകും. അങ്ങനെ അപ്പോഴത്തെ ഒരു ഓൺ ഐഡിയ നമ്മൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. എല്ലാം ഒറിജിനൽ ആണ്, റോ ആണ്. എല്ലാരും പിന്നെ പഠിച്ചു ചെയ്യുന്ന ഒരു അടിപൊളിയൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞത് എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതാണ്. മനസ്സിലായി. ഓക്കെ, അപ്പൊ എന്തായാലും ദിനീഷ് ചേട്ടന്റെ ഒരു സിനിമ ജീവിതത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് SK ഹോട്ട്സ്പോട്ടിൽ. കേൾക്കാനും അറിയാനും ഇനിയും ഏറെ ബാക്കിയുണ്ട്. സോ ഇനി വരുന്നത് കുറച്ചു പാട്ടുകളാണ്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം SK ഹോട്ട്സ്പോട്ട് സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. Welcome back to SK Hotspot. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM. ആൻഡ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് തലവൻ, RDX, നായാട്ട് തുടങ്ങിയ സിനിമകളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു വേഷം തന്നെ ചെയ്ത ദിനീഷ് ചേട്ടനാണുള്ളത്. ചേട്ടാ, അങ്ങനത്തെ ചേട്ടന്റെ ഒരു സിനിമാ ജീവിതത്തെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. സോ തലവനാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയാമല്ലോ. സോ തലവനിലേക്ക് എങ്ങനെയാണ് എത്തിയത് അതൊക്കെ നമ്മൾ കേട്ടു. ആൻഡ് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? തലവന് അഭിനയിച്ച ഒരു മുഴുനീള ക്യാരക്ടർ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാവാൻ തന്നെ റീസൺ ആയി മാറിയത് മനു എന്ന കഥാപാത്രമാണ്. സോ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം ഒരേ സിനിമ പുതിയ ഇപ്പം ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടുത്തൊരു പുതിയ ഒരു ഡയറക്ടർ സിനിമയിലോട്ട് അഭിനയിക്കാനുണ്ട്. അവിടെയുള്ള എല്ലാവരും നമുക്ക് പുതിയ പുതിയ ആൾക്കാരായിരിക്കും. അപ്പം നമ്മൾ ആദ്യം ഒരു ഡയറക്ടറുമായിട്ടുള്ളൊരു കണക്ഷൻ ആവണം. റൈറ്റർ, ക്യാമറമാൻ, ചിലപ്പോൾ ജിസ് ജോയ് സാറൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇടപെട്ടു. നമുക്ക് ഒരേ കാര്യങ്ങൾ സജഷൻസ് പറയും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാറിന്റെ അടുത്ത് നിന്നൊക്കെ പഠിക്കാൻ പറ്റും. സാറ് ഡബിങ്ങിലൊക്കെ അറിയാമല്ലോ. ജിസ് ജോയ് സാറ് ഡബിങ്ങിൽ അല്ലു അർജുന്റെ സൗണ്ട് കൊടുക്കുന്ന ആളാണ്. അപ്പം ആ സിനിമ ഡബ് ചെയ്യാൻ പോകുമ്പോഴാണ് ഡബിങ്ങിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് എനിക്ക് മുമ്പും അറിയാം. പക്ഷെ സാറിന്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് ഞാൻ ഇപ്പം വേറെ സിനിമകൾ ഡബ് ചെയ്യുമ്പോഴൊക്കെ എനിക്കത് പ്രയോജനം ചെയ്യുന്നു. പിന്നെ നേരത്തെ പറയാനൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ ക്യാരക്ടർ ആകുക, പരമാവധി ആ നിമിഷത്തിൽ എല്ലാവരും ആ ജോബിന്റെ മൂഡിലാണ്. നമുക്ക് ഒരു ടൈമിലുള്ള ജോബല്ലേ ഇതെന്ന് പറയുമ്പോൾ. ഇന്നൊരു സീൻ ഇപ്പൊ എടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത സീനിലോട്ട് പോകണം. അപ്പൊ ആ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് എല്ലാവരും ചെയ്യുന്നത്. പിന്നെ എന്റെ ഇത് കഴിഞ്ഞു, ഞാൻ വീട്ടിലോട്ട് പോകും. നമുക്കൊരു സിനിമയിൽ ഒരുപാട് ദിവസം ഒന്നും ഡേറ്റ് കാണില്ല. ചിലപ്പോൾ ഒരു 10 ദിവസം 8 ദിവസം അങ്ങനെ ഒരു സിനിമയുടെ സാഹചര്യം അനുസരിച്ചിരിക്കും.
ആസിഫ് അലി അതുപോലെ തന്നെ ബിജു മേനാണ് ഇവർ തമ്മിലുള്ള ഒരു റാപ്പ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആസിഫിക്കായിട്ട് ഞാൻ ഓൾറെഡി സിനിമ ചെയ്തിട്ടുള്ളതാണ്. കൊത്ത് സിനിമയില് സിരിസാറിന്റെ കൊത്തില് ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ. അപ്പൊ ആസിഫിക്ക് ഓൾറെഡി എന്നെ അറിയാം. പിന്നെ ബിജുവേട്ടനുമായിട്ട് ഞങ്ങൾ ഒരു സീനേ ഉള്ളൂ സിനിമയില്. സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അല്ലാതെ ഞങ്ങള് ഇരിക്കും. അപ്പം ബിജുവേട്ടൻ മോനെ എവിടെയാണ് വീട്, ആലപ്പുഴ, അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ആസിഫിക്ക നല്ല ഫ്രണ്ട്ലിയാണ്. ഇപ്പൊ ഞങ്ങൾ രണ്ടാമത്തെ സിനിമയിലും കൂടെ ഒക്കെ ചെയ്യുമ്പോൾ പുള്ളിക്ക് കുറെ കൂടി ഒരു റാപ്പ് ഒന്ന് സെറ്റ് ആയി അല്ലേ? അങ്ങനെയാണല്ലോ ഇത് വരുന്നത് നമ്മള്. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങള് മൂവി റിലീസായപ്പോ വനിത വിനിത തിയേറ്ററിൽ പോയി. അപ്പൊ അവിടെ വെച്ച് ആസിഫിക്ക കണ്ടു. അങ്ങനെ അത് ഒരു സെലിബ്രേഷൻ ആയിട്ട് നിൽക്കുന്നു. അപ്പൊ എന്തായാലും തലവന്റെ വിജയമൊക്കെ നമ്മളിങ്ങനെ കേട്ടു. പക്ഷെ ഇനി ദിനീഷ് ചേട്ടനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. സോ അതൊക്കെ കേൾക്കാം SK ഹോട്ട്സ്പോട്ടിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആൻഡ് വി ഹാവ് ദിനീഷ് പി. ചേട്ടാ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. തലവന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഓരോന്ന് കേട്ടു. ആൻഡ് ചേട്ടൻ മുമ്പേ പറഞ്ഞു എന്താ ജിസ് ജോയ് അദ്ദേഹവുമായിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഒരുപാട് ഡയറക്ടേഴ്സിന്റെ കൂടെ ഇപ്പം വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ആസ് എ ബിഗിനർ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു വർഷം പഠിച്ചു? ഒരുപാട് ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തു, അതുപോലെ തന്നെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്തു. സോ ചേട്ടൻ ഇപ്പോൾ പഠിച്ചെടുത്തത് എന്തൊക്കെയാണ് ഫ്രം ദ ബിഗിനിങ് ടു ഈ ഒരു സമയം വരെ? സത്യത്തില് ഈ ആക്ടിങ് എന്നുള്ളത് പലരും പല രീതി പറയാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് പഠിക്കാൻ പറ്റില്ല, നമുക്കിത് ചെയ്ത് റെഡിയാക്കുക എന്നുള്ളതേ ഉള്ളേ. ഇപ്പൊ ഞാനിപ്പം ഇതിനു വേണ്ടി ഒന്നും ഞാൻ പലയിടത്ത് പറയും. ഇപ്പം നാളെ ഒരു ഷൂട്ടുണ്ട്, ഇന്ന ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടർ പ്ലാൻ ചെയ്ത് വെക്കും ഞാൻ. ഓക്കെ, ഇങ്ങനെ അയാൾക്ക് എങ്ങനെ ബോഡി ലാംഗ്വേജ് കൊടുക്കാം, അയാൾ അങ്ങനെ നടക്കാം, അതൊരു ആക്ടർ പ്ലാൻ. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത് കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു ഡയറക്ടർ ഒരു അഭിപ്രായങ്ങളുണ്ടാകും, അവിടുന്ന് ഒരു എന്താ സംസാരവും അവിടെ ഒരു ചർച്ചയൊക്കെ നടന്നിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഇപ്പൊ ചില ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മളോടൊന്നും പറയത്തില്ല. ആ സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്, അത് തിന്നിട്ട് ഞാൻ അങ്ങോട്ട് അഭിനയിക്കും. അപ്പൊ അത് പുള്ളിക്ക് മോണിറ്ററിലൂടെ കാണുമ്പോൾ പുള്ളി അത് ഓക്കെ ആണോ, ഓക്കെ നന്നായെന്ന് പറയും. അല്ലാതെ പുള്ളിക്ക് വേറെ എന്തെങ്കിലും കൂടെ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പുള്ളി അത് പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പിന്നെ ഇത് പഠിച്ചു എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരുമ്പോൾ ക്യാമറയുടെ ഒരു മൂവ്മെന്റ് ഉണ്ട്, എങ്ങനെ നിൽക്കണം, എവിടെ നോക്കണം, അതൊക്കെ ഒരേ സിനിമകൾ ചെയ്യുന്നതനുസരിച്ച് നമുക്കൊരു പഠനം നടക്കുന്നുണ്ട്. അത് നമ്മൾ അറിയാതെ തന്നെ പഠിച്ചു വരും. എങ്ങനെ ഡയലോഗ് പറയണം, എങ്ങനെ സ്പേസിൽ കയറി നിൽക്കണം, അത് ഒരാൾ തുടർച്ചയായിട്ട് സിനിമ ചെയ്യുമ്പോൾ അയാൾക്ക് കൂടുതൽ എക്സ്പീരിയൻസ് വരും. അങ്ങനെയാണ് നല്ലൊരു നടനായി ഒരാൾ മാറുന്നത്. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയിൽ ഞാൻ മുഴുനീള ക്യാരക്ടർ അല്ലല്ലോ. അപ്പം എനിക്ക് കൂടിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്കൊരു 5-8 ദിവസമൊക്കെ കാണത്തുള്ളൂ ഷൂട്ട്. അപ്പം അതിൽ നിന്ന് ഞാൻ പരമാവധി പഠിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും റോളുകളൊക്കെ കിട്ടും. ഒരു സിനിമയിൽ മുഴുനീളമായിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മൾ എക്സ്പീരിയൻസ് ആകും. അപ്പോൾ ഒരു നടൻ എന്ന നിലയിൽ കൂടുതൽ ഉയർച്ച ഉണ്ടാവും, നല്ല രീതിയിൽ അഭിനയിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ എന്തായാലും ചേട്ടന്റെ ആ ഒരു നടന ജീവിതം, അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞില്ലേ ഒരു നടനെന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വരുന്നു എന്ന് പറഞ്ഞില്ലേ. അതോടൊപ്പം തന്നെ മുമ്പേ സംസാരിച്ചപ്പോഴും പറഞ്ഞു ചിലപ്പോൾ ഇങ്ങനെ ക്യാരക്ടറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കും, ഈ ജസ്റ്ററാണോ പറ്റുന്നത്, ബോഡി ലാംഗ്വേജ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ നേരത്തെ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നോക്കാറില്ല, ഞാൻ മനസ്സിലൊന്ന് ഐഡിയ വെക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നായാട്ടിലേക്കൊന്ന് പോവാണെങ്കിൽ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ചെന്നപ്പോഴാണ്, ഐ മീൻ ലൊക്കേഷൻ പ്ലേസിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇന്ന ഒരു ക്യാരക്ടർ ആണ് എന്നുള്ളത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതിൽ നിന്ന് ഇതിലേക്കൊക്കെ വരുന്നു. അന്നത്തെ തുടക്കത്തിലുള്ള ഒരാളാണ്, അപ്പം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ആരാ എന്നതാ എങ്ങനെയാ ഒന്നും അറിയത്തില്ല. സോ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാവോ? അത് മാർട്ടിൻ സാർ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഗുരുനാഥനായോണ്ട് പറയല്ല, അത് പുള്ളിയുടെ ഒരു കഴിവാണ്. കാര്യം ഒരു ബിഗിനറായിട്ട് ചെല്ലുന്ന ഒരാള് ഒരുപാട് പറഞ്ഞ് ഇതൊന്നും ആക്കാതെ നമ്മൾ എന്തുവാന്ന് ഒരു ഡയറക്ടറിന് മനസ്സിലാവും. ഞാനൊരു ഫസ്റ്റ് ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ റോൾ ചെയ്യാൻ പോവാണ്. അപ്പം നമുക്കൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം ചില സമയങ്ങളിൽ എല്ലാവരും കയറി ടെൻഷൻ ആവുമ്പോൾ ഈ പരിപാടി നമ്മുടെ ഒന്നും വരത്തില്ല. നമ്മൾ ഒരു ആക്ടർ ടെൻഷനായ അയാളുടെ കോൺഫിഡൻസ് പോയാൽ കഴിഞ്ഞാൽ ഡയറക്ടറിന് ഉദ്ദേശിക്കുന്ന രീതി കാര്യങ്ങൾ കിട്ടില്ല. അപ്പൊ അവിടെ ഞാൻ എന്തുവാന്ന് മനസ്സിലാക്കി പുള്ളി എന്നെ കൂളാക്കി അവരോട്ടൊക്കെ പരിചയപ്പെടുത്തി. ഒന്നും പറയാൻ പറ്റത്തില്ല, മോനെ ചെയ്യുമെന്ന് മാത്രം, എടാ ചെയ്യടാന്ന് പറയും. ഞാനങ്ങ് ചെയ്ത് ഇപ്പൊ തന്നെ അത് ഓക്കെ. അപ്പൊ ഞങ്ങൾ തമ്മിലൊരു ഒരു ഡയറക്ടറും ഒരു ആക്ടറും എന്നുള്ളതിൽ പുള്ളിക്ക് ഞാൻ ചെയ്ത് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ഞാൻ കോൺഫിഡന്റ് ആയി ഓട്ടോമാറ്റിക്. പിന്നെ ആ കോൺഫിഡന്റിന്റെ പുറത്ത് നമുക്ക് കിട്ടിയ വേഷങ്ങളൊക്കെ സീൻസ് ഒക്കെ നമ്മൾ ചെയ്തു.
അപ്പൊ അന്ന് സാർ എന്നോട് പറഞ്ഞു, ഇടക്ക് ലൊക്കേഷനിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു, അഭിനയമൊക്കെ മുമ്പ് പോലും അത്ര ബന്ധമൊന്നും ആയിട്ടില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, അഭിനയം മുമ്പ് പോലും പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറയില്ല സാറേ, ഇങ്ങനെ സിനിമകളൊക്കെ ഉണ്ട്, കാണും, സിനിമകൾ ഒരുപാട് കാണും, ഇങ്ങനെ കുറിച്ച് എല്ലാവരും സംസാരിക്കുന്ന പോലെ കൂട്ടുകാരുടെ ഹോസ്റ്റലിലൊക്കെ സംസാരിക്കും. എന്നോട് പറഞ്ഞു, സാറ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ നീ ചെയ്ത മറ്റേ സീനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പറഞ്ഞു. നീ പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഓൺ ദ സ്പോട്ടിൽ അവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ മാറി നിന്നപ്പോ സംസാരിച്ചു. പ്രോത്സാഹിപ്പിക്കാറുണ്ടല്ലേ? എല്ലാവരും മുന്നിൽ വെച്ചൊന്നുമില്ല, നാച്ചുറൽ ആയിട്ട് അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അത് സാറിന്റെ കഴിവാണ്. അങ്ങനെയാണ് ഞാൻ ആ ക്യാരക്ടർ ഇതാകുന്നത്. ഓക്കെ. അപ്പം ആ ഒരു റാപ്പോയിൽ നിന്നാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ക്യാരക്ടർ നിൽക്കാൻ ഒരു കാരണമായി മാറിയത്. അപ്പൊ ഇന്നേരം എന്താ നായാട്ട് സിനിമയിലെ ബിജു ആയിട്ടും അതുപോലെ തന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന തലവനിലെ മനു എന്ന കഥാപാത്രമൊക്കെ ചെയ്ത ദിനീഷ് ചേട്ടനാണ് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ചേട്ടന്റെ ഒരുപാട് സിനിമാ ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഒരു സിനിമ ആസ് എ ബിഗിനർ എന്തൊക്കെ കാര്യങ്ങൾ ചേട്ടൻ പഠിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമുക്ക് ചേട്ടനോട് ഓരോന്നോരോന്ന് ചോദിച്ചു പോവാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. കൂടെയുള്ളത് ജോവാണ്. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ദിനീഷ് പി. തലവൻ ദാ ഹിറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. തലവനിലെ ഒരു പ്രധാന കഥാപാത്രം ചെയ്ത വ്യക്തി, അതുപോലെ തന്നെ നായാട്ട് സിനിമയിൽ ഒരു അമേസിങ് ക്യാരക്ടർ ചെയ്ത് നമ്മളെയൊക്കെ ഒരു വില്ലൻ കഥാപാത്രത്തെയൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത ഒരു മനുഷ്യൻ തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ചേട്ടാ ഇങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പം ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് മുതലേ കൊച്ചില് മുതലേ ഒരു അഭിനേതാവാകണം, അല്ലെങ്കിൽ അഭിനയത്തോട് ഭയങ്കര ഇഷ്ടമാണ്, സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. സോ എന്തുമാത്രമൊക്കെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സിനിമാ രംഗത്തേക്ക് വരാനായിട്ട്? അങ്ങനെ ചേട്ടന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ കഷ്ടപ്പാടുകൾ നടത്തിയിട്ടുണ്ട്? അങ്ങനെ ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ല. അത് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട്, അത് സത്യമായിട്ട് പറയാണ്. ആഗ്രഹം നമ്മൾ ആൾക്കാർക്കൊക്കെ പല ആഗ്രഹം, ചിലവർക്ക് ഡോക്ടർ ആവണം, ചിലവർക്ക് സിനിമ നടനാകണം എന്നുള്ളത്. നമ്മുടെ മലയാളികളിൽ ഒരുപാട് പേർക്ക് സിനിമ നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ഭാഗമാണ് ജീവിതത്തിന്റെ, അല്ലെ? നമ്മളൊരു ഇപ്പൊ ഒരു വീക്കെൻഡിൽ ഒരു ഫാമിലി പോയിട്ട് ഒരു സിനിമ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. നമ്മുടെ ഒരു ലൈഫിന്റെ അല്ലെ, നമുക്ക് എല്ലാവർക്കും ഭയങ്കര പാർട്ടി ലൈഫും അതൊന്നും എല്ലാ ജനങ്ങൾക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം സിനിമകൾ നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ, അങ്ങനെ എല്ലാവരുടെയും സിനിമകൾ കണ്ടിട്ട് ഒരു സിനിമാ നടനാകണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ജീവിത സാഹചര്യം, ജീവിതം എന്ന് വെച്ചാൽ സാമ്പത്തികമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ എനിക്കിത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണമായിരുന്നേ. അപ്പൊ എനിക്ക് ഇതിലോട്ട് എങ്ങനെ എത്തണം, ഇതിനു വേണ്ടി കഷ്ടപ്പെടുക എന്നുള്ളത് ഇതൊക്കെയാണ്. എറണാകുളത്ത് പോയി നിൽക്കുക, നമ്മൾ അവിടെയൊക്കെ പോയി നിന്ന് ഒരുപാട് പേരെ കണ്ട് ചാൻസ് ചോദിച്ച് മാക്സിമം ബന്ധങ്ങളുണ്ടായി ഓഡീഷൻസിലൂടെയൊക്കെ പങ്കെടുത്താണ് ഒരാൾ നടനായി എത്തുന്നത്. അങ്ങനെയാണ് ഈ പല സുഹൃത്തുക്കളെ ഞാൻ പരിചയപ്പെടുമ്പോൾ അവരൊക്കെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് അതിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം പോയി കഴിഞ്ഞാൽ വീട്ടില് സാഹചര്യം, സാമ്പത്തികപരമായ സാഹചര്യങ്ങൾ. നമ്മുടെ അച്ഛനൊക്കെ ഒരു ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ജോലിയൊക്കെ അച്ഛനൊക്കെ വയ്യാതെ വീട്ടിലിരിക്കുകയാണ്. അപ്പം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമുക്ക് നോക്കണം. അപ്പൊ എനിക്കങ്ങനെ ഇട്ടെറിഞ്ഞൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ടൂറിസത്തിലെ ബിസിനസ് ആയിരുന്നു. എന്ന് വെച്ചാൽ വലിയ പരിപാടിയൊന്നുമില്ല, ഒരു ചെറിയ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു, ഈ ഹൗസ് ബോട്ടല്ല. അപ്പൊ ഞാൻ തന്നെ ചെയ്യുന്ന ജോലി ആയതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് ഇടക്കിടക്കൊക്കെ എവിടെ വേണമെങ്കിലും പോകാം. അപ്പൊ ഇടക്കൊക്കെ ഇങ്ങനെ ഓഡീഷനൊക്കെ പലരും, പക്ഷെ അവിടെ പരിചയമില്ല കേട്ടോ ആൾക്കാരുമായിട്ട്. അപ്പൊ അങ്ങനെ ഒരു 3 ഓഡീഷന് പോയിട്ടുണ്ട് സിനിമ വരാൻ വേണ്ടിയിട്ട്. 3ാമത്തെ ഓഡീഷനാണ് നായാട്ട്. അത് നായാട്ട് ഓഡീഷൻ നടന്നത് ഞാൻ അറിഞ്ഞ പോലും ഇല്ല. ഇതിന് മുന്നേ പോയിട്ടുള്ളത് മറ്റു സിനിമകള് അത് ചെറിയ റോളുകൾ. ഒരു ഓഡീഷൻ എന്ന് പറയുന്ന സിനിമ പലരും പറയും, അവിടെ ഇങ്ങനെ ഒരു ഓഡീഷൻ ഉണ്ട്, അവിടെ ഒന്നും പോകാൻ പാടില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ പോകും. അത് വെറുതെ നിൽക്കുന്ന പരിപാടി. അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിലായത് വെറുതെ നിൽക്കുന്ന പരിപാടിയാണ്, അതിങ്ങനെ കയറാൻ പറ്റില്ല. എങ്കിലും ചുമ്മാ ട്രൈ ചെയ്തു. അപ്പൊ നായാട്ട് സത്യത്തിൽ വേറൊരു പടത്തിന്റെ ഓഡീഷന് പോകട്ടെ. അപ്പൊ അതിൽ വർക്ക് ചെയ്ത ആള് കണ്ടിട്ട് ആണ് ഇങ്ങനെ ഒരാൾ അറിയാമെന്ന് പറഞ്ഞിട്ട് സാറിന്റെ ഫ്ലാറ്റിലോട്ട് വിളിച്ചതാണ്. അപ്പൊ സത്യത്തിൽ നായാട്ടിന്റെ ഓഡീഷൻ നടക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് സ്ഥലത്ത് എറണാകുളത്തൊക്കെ വെച്ച് നടന്നായിരുന്നു. പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ സാറിന്റെ അവിടെ ഫ്ലാറ്റിലോട്ട് വിളിച്ച് അങ്ങനെ ഓഡീഷൻ ചെയ്തിട്ടാണ് സിനിമയിലോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടില്ല. കാര്യം കഷ്ടപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു എന്ന്. പിന്നെ സാഹചര്യം ഇതായിരുന്നു. പക്ഷെ നമ്മളെ തേടി എത്തിയല്ലേ? അതൊരു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു ലൈഫില് നമ്മൾ എന്തോ പറയുന്നത്, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്താ പറയത്തില്ല, അത് ഞാനൊരു നടനാകാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ സിനിമകൾ കാണുക, എൻ്റെ അടുത്ത സുഹൃത്തുക്കളുമായിട്ട്. ഞങ്ങളുടെ ഒരു സുഹൃത്ത് വലയുണ്ട്, 2-3 കുറച്ച് പേര്. അപ്പൊ ഞങ്ങൾ സിനിമകളെ കുറിച്ചൊക്കെ ടോക്ക് ചെയ്തുള്ളൂ.
അപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചു. അപ്പൊ ഇത് പിന്നെ എപ്പോഴും ഞാൻ സിനിമ കാണും. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാലും തമാശയൊക്കെ പറയുമ്പോൾ ആ സിനിമേനെ കണക്ട് ചെയ്തൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ ചിലവര്. അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഈ സിനിമകളൊക്കെ കണ്ട് നമ്മുടെ സിനിമകൾ മാത്രമല്ല വേറെ ലാംഗ്വേജിലേക്ക് നെറ്റ്ഫ്ലിക്സിലൊക്കെ സിനിമകളൊക്കെ കാണുവേ. മുമ്പ് HBO-യിലും TV ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ കണ്ട് നമ്മുടെ ഉള്ളിൽ ഇത് കിടപ്പുണ്ടായിരിക്കാം. അപ്പൊ അത് സമയമാകുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചമായിട്ട് ഇത് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു പോകല്ലോ കേട്ടോ. എനിക്കൊന്നും അറിയത്തില്ല, എന്റെ ലൈഫ് പറഞ്ഞതാണ്. അങ്ങനെ സംഭവിച്ചതായിരിക്കാം അല്ലെ, അങ്ങനെ വിശ്വസിക്കും. അപ്പൊ നമ്മളെ നമുക്ക് പറയുമല്ലോ, നമ്മളെ ഒരുപാട് ഒരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് പോലും നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ആൽക്കെമിസ്റ്റിനകത്ത് പറയുന്നുണ്ട്. അതാണ് അത് സത്യമാണ്. എന്റെ കാര്യത്തിൽ എനിക്കറിയാം, മറ്റുള്ളവർക്ക് എനിക്കറിയത്തില്ല. ചേട്ടന്റെ കാര്യത്തിൽ അത് ആ ഒരു ആപ്ലിക്കേഷൻ വന്നു അല്ലേ, അത് അപ്ലൈ ആയി. എനിക്കൊരു നടനായി മാറി. ബാക്കിയുള്ളത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് കമ്പാരിസൺ ചെയ്യലോട്ടെ. ഒരു നടൻ എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കുന്ന അയാൾ ഭയങ്കര സക്സസ് എന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തിൽ എന്തോന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഒരു ഇത് വെച്ച് പറയുന്നത് ഒരാൾ സാമ്പത്തികമായും എല്ലാ രീതിയിലും സെറ്റാവുന്നതിനായിരിക്കും സക്സസ് എന്ന് പറയുന്നത്. അല്ല, ഒരു നടൻ എന്നതിൽ സിനിമകൾ ചെയ്യുന്നു, ജനങ്ങൾ എന്നെ തിരിച്ചറിയുന്നു. അല്ലാതെ ഞാനൊരു നടൻ ഒരു സിനിമാ നടൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കാണുന്ന കാഴ്ചപ്പാട് അയാൾ എല്ലാ രീതിയിലും സക്സസ് ആ ഒരു നിലയിൽ ഞാൻ എത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴും ജോലിപരമായും നമ്മളുടെ എല്ലാ കാര്യത്തിലും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടർ തന്നെയാണ്. എല്ലാത്തിനും ഒരു ടൈം വരും അല്ലേ ഏട്ടാ. ഇപ്പൊ സിനിമ തേടി എത്തിയത് പോലെ തന്നെ ഇതിൽ നിന്നും ഒരു മാറ്റമൊക്കെ വരും. സോ ഇനി ചേട്ടന് ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം സിനിമാ നടൻ എന്നുള്ള നിലയിൽ ഇപ്പം ഇപ്പൊ ഹാപ്പി ആയിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനടുത്തൊരു സ്റ്റേജ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കത്തില്ലേ, ഇതുമല്ല ഇതിനപ്പുറം എനിക്ക് പോകണം എന്നൊരു അടുത്ത സ്റ്റെപ്പ് വെക്കാനായിട്ട് നമുക്കൊരു ആഗ്രഹമൊന്നുമില്ല. അപ്പം അങ്ങനെ വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെപ്പ് എന്താ? ഇനിയിപ്പം ഒരുപാട് സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. എന്താണ് ചേട്ടൻ്റെ സിനിമ ബേസ് ചെയ്തുള്ള ഒരു ഗോൾ ഇനി എന്നതാ? എപ്പോഴും ഒരു ആക്ടറിന് താങ്കൾ ചോദിച്ച പോലെ അടുത്തത് എന്ന് അടുത്തൊരു നല്ല റോൾ. നമ്മൾ ഈ സിനിമയുടെ ഇതെന്ന് പറയാം. അപ്പൊ ആദ്യമായിട്ടൊരു സിനിമ മോഹിക്കുന്ന ഒരാള് ഒരിപ്പം ഒരു ആക്ടറിന്റെ കൂടെ നിന്ന് അയാളെ സ്ക്രീനിൽ കണ്ടുകഴിയുമ്പോ അയാൾ ഭയങ്കര സന്തോഷം, ഹാപ്പിയായി. അത് കഴിഞ്ഞൊരു ഡയലോഗ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഹാപ്പിയായി. അത് കഴിയുമ്പോ എനിക്കൊരു ക്യാരക്ടർ റോള് കിട്ടണം. ക്യാരക്ടർ റോള് കിട്ടിയുമ്പോ എനിക്ക് മുഴുനീള കിട്ടണം. ചിലപ്പോൾ മുഴുനീള കിട്ടുമ്പോൾ അടുത്ത എനിക്ക് നായകനാകണം, അല്ലെങ്കിൽ നായികയാകണം, ലേഡിയാണെങ്കിൽ ഉണ്ടായി. അപ്പൊ ഇത് നമ്മുടെ മനുഷ്യർ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ലല്ലോ, എല്ലാത്തിലും നമ്മുടെ ആൾക്കാരുടെ മൈൻഡ്. ഇപ്പൊ താനൊരു കാർ ഉണ്ടെങ്കിൽ ആ കാർ മേടിച്ച് കഴിയുമ്പോൾ ഏറ്റവും ബ്രാൻഡ് കൂടിയ കാറിലോട്ട് പോകണം. പണ്ടൊരു പഴഞ്ചൊല്ലില്ലായിരുന്നു ചേട്ടാ, 1 കിട്ടുന്നവന് 10 കിട്ടണം, 10 കിട്ടുന്നവന് 100. പക്ഷെ എനിക്ക് തോന്നുന്നു ലൈക്ക് ഇങ്ങനത്തെയൊക്കെ നമ്മുടെ ഒരു സ്വപ്നവും ആഗ്രഹമൊക്കെ അല്ലേ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അല്ലേ? അങ്ങനെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാൻ എന്നെ ഇതാക്കി പറയല്ല. എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സിനിമകളൊക്കെ ചെയ്ത് എന്റെ ജീവിത സാഹചര്യങ്ങൾ, ഞാൻ മാരീഡ് അല്ല, എന്റെ അച്ഛൻ അമ്മ വീടൊക്കെ നല്ല രീതിയിൽ നോക്കി നമുക്കൊന്നിലും ബുദ്ധിമുട്ടുകളില്ലാതെ കഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലെത്തുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ സിനിമ ഇഷ്ടപ്പെട്ട ജോലിയാണ്, അത് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. സിനിമകൾ കിട്ടിയാൽ മതി, അത്യാവശ്യം സിനിമകൾ കിട്ടി നല്ല രീതിയിൽ പോയാൽ മതി. അല്ലാതെ എനിക്ക് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ലേ? അത് തന്നെ. നമ്മൾ ഇതൊന്നും ഭയങ്കര രീതിയിൽ ആഗ്രഹിച്ചിട്ടൊന്നും അല്ലല്ലോ ഇതൊന്നും നമുക്ക് കിട്ടുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, നമ്മളെക്കാട്ടി ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ജീവിതങ്ങളൊക്കെ നമുക്ക് അറിയാം. നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കാണ് ബുദ്ധിമുട്ടുകൾ, പക്ഷെ അതിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. ഞാനത് പല സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ബുദ്ധിമുട്ടുകളിലൂടെ ഞാനിത് പറയുകയൊന്നുമല്ല, നമ്മള് ഒരുപാടല്ലെങ്കിലും ബുദ്ധിമുട്ട് ജീവിതത്തിലൂടെയൊക്കെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്തില്ല. പിന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതെല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ മുന്നോട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ പോട്ടെ, അതുപോലെ തന്നെ സമാധാനമായിട്ട് പോട്ടെ. അപ്പോൾ എന്തായാലും ദിനീഷ് ചേട്ടൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടന് ഇനിയും കുറേ സംസാരിക്കാനുണ്ട്, ചേട്ടനോട് കുറേ ചോദിക്കാനുമുണ്ട്. അതൊക്കെ ചോദിച്ച് ഉത്തരവൊക്കെ കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. SK Hotspot. വെൽക്കം ബാക്ക് ടു SK Hotspot on സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ദിനീഷ് പി. തലവൻ ഹിറ്റായിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ദിനീഷ് ചേട്ടൻ അതിലൊരു പ്രധാനപ്പെട്ട ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു തലവനിൽ നിന്ന് നമ്മൾ ചേട്ടൻ്റെ വിശേഷങ്ങൾ ഓരോന്ന് കേട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ദിനീഷ് ചേട്ടാ, നമ്മൾ മുമ്പേ സംസാരിച്ചിരുന്നപ്പോഴേ ചേട്ടൻ പറഞ്ഞിരുന്നു പണ്ട് മുതലേ സിനിമ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആൻഡ് എല്ലാ ലാംഗ്വേജസിലും ഉള്ള സിനിമകളൊക്കെ കുത്തിയിരുന്ന് കാണുന്ന ഒരു വ്യക്തിയാണ്. സിനിമ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ ഈ ഒരു നടനാവണം എന്നുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ
പല അഭിനേതാക്കള് അവരുടെ പല ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ ഏറ്റവും കൂടുതൽ. അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു റോള് ഏത് ക്യാരക്ടറാണ്, ഏത് റോളാണ്? ഇപ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരുപാട് സിനിമകൾ കാണുമ്പോഴുണ്ടല്ലോ, ചില സിനിമകൾ കാണുമ്പോൾ ഇപ്പം നമ്മൾ ഒരാളുടെ 10 സിനിമകൾ കണ്ടിട്ട് അയാളുടെ ഫാനൊന്നും ആകണ്ട. ഇപ്പം ഞാൻ ഈ സിനിമകൾ മനസ്സിലാക്കും, ഞാൻ അങ്ങനെ ഒരുപാട് അന്യഭാഷ സിനിമകൾ കണ്ട് അങ്ങനെ വലിയൊരു ബുദ്ധിജീവി അങ്ങനെ പോണ ആളൊന്നും അല്ലട്ടോ, ഞാനൊരു സാധാരണ ആളാണ്. മനസ്സിലായി. അപ്പൊ ഞാൻ ഇങ്ങനെ സിനിമയിലൊക്കെ വന്നിപ്പം മമ്മൂക്ക, ലാലേട്ടൻ ഇവരുടെയൊക്കെ സിനിമകൾ നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടുമല്ലോ. ഇപ്പം ഭരത് ഗോപി സാറ്, ഞാൻ ഭരത് ഗോപി സാറിന്റെ കൊടിയേറ്റം എന്ന് പറയുന്ന സിനിമ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയാണ് ഈ മനുഷ്യൻ ക്യാമറയുടെ മുന്നില് ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ ഈ സിനിമയുടെ ഒരു അറിയാലോ, ഒരുപാട് പേര് പറഞ്ഞ് നിങ്ങൾക്ക് അറിയായിരിക്കും. കാര്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോകുമല്ലോ, ഒരു കട്ട് പറയും, പിന്നെ ലൈറ്റ് സെറ്റ് ചെയ്യുന്നു, എന്നിട്ട് കൊണ്ട് പിന്നെ അഭിനയിക്കുന്നു. അപ്പൊ ഇപ്പൊ എന്താ പറയാ, ഒരു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്രേക്ക് വരും. ഇപ്പൊ ക്രിക്കറ്റ് കളിച്ചിരിക്കുന്ന ഒരാൾ അയാൾ ടച്ചായി നിൽക്കുമ്പോൾ പിന്നെ അടുത്ത വരുന്ന ബോൾസ് ഒക്കെ അടിച്ചടിച്ച് അയാൾക്ക് ടച്ച് ചെയ്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റും. ഇതെപ്പോഴും ബ്രേക്കാണ്. അപ്പം ഈ മൂടി പിടിച്ച് ലൈവ് ആവുമെന്ന് പറഞ്ഞത് എളുപ്പമല്ല സിനിമയല്ല. പിന്നെ അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പം ഞാൻ പറഞ്ഞ കൊടിയേറ്റം എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ ഒറ്റ പടം കൊണ്ട് ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാനായിപ്പോയി. പിന്നെ മമ്മൂക്ക, ലാലേട്ടനൊക്കെ ആണെങ്കിൽ ഇവരുടെയൊക്കെ ഒരുപാട് സിനിമകൾ കണ്ട്. ഞാനിപ്പം ഞാനങ്ങനെ കഴിഞ്ഞിടക്ക് ഞാനൊരു സിനിമ കുറച്ച് നാൾ മുമ്പ് നായട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ സിനിമ ഉണ്ട്, ടാക്സി ഡ്രൈവർ എന്ന് പറയുന്ന റോബർട്ട് ഡിനോറയുടെ സിനിമ കണ്ടപ്പോഴേക്കും പുള്ളിയുടെ ആ പെർഫോമൻസ് കാണുമ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അത് ഒരു സിനിമേനെ ഇപ്പം സീരിയസ് ആയിട്ട് കാണുന്നു. അപ്പം അപ്പോഴൊക്കെയാണ് മനസ്സിലാകുന്നത് എനിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, അതിനുള്ള അവസരങ്ങൾ വന്നിട്ടില്ല, നമ്മളൊന്നും ചെയ്തിരിക്കുന്നത് പോരെ. ഇതിലേക്ക് മേളിൽ ഒരുപാട് വിദേശ ലാംഗ്വേജിലാണെങ്കിലും നമ്മുടെ മലയാളത്തിലൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ സോഷ്യൽ മീഡിയയും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാലഘട്ടം മാറിയത് കൊണ്ട് നമ്മളെപ്പോലുള്ള ആൾക്കാർ കുറച്ചൊക്കെ നന്നായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നു, സോഷ്യൽ മീഡിയയിൽ എഴുതുന്നു. അതൊക്കെ ഇന്നത്തെ കാലത്തിൽ ഒരു ആക്ടറിന് ഉപയോഗമാണ്. എനിക്ക് തോന്നുന്നു മുൻപുള്ള ഇതേപോലെയൊക്കെ വന്ന് അത്യാവശ്യം നല്ലപോലെ പെർഫോം ചെയ്തവർക്കൊന്നും ഇതൊന്നും കിട്ടിയിട്ടില്ല. കാര്യം അന്നൊക്കെ എന്ന് പറഞ്ഞൊരു സിനിമ മാസികയൊക്കെ അല്ലേ ഉള്ളു നമുക്ക്, ഇന്ന് സത്യം ഇന്നൊരു ആക്ടറിന് അല്ലെങ്കിൽ ഏത് മേഖലയിലും ഒരാൾക്ക് പ്രശസ്തനാകാൻ മീഡിയ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അതാണ് അപ്പൊ ഈ പറഞ്ഞു വന്ന ഇതാണ്. എനിക്ക് ഒരു സിനിമ കാണുമ്പോൾ ഇപ്പം ഒറ്റ സിനിമ കണ്ടാലും മതി, എനിക്ക് അയാളെ കുറിച്ച് അറിയത്തില്ല പോലും, അവരുടെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ മനസ്സിലാവും അത് ഗംഭീരമായിരുന്നു. അപ്പം ഇവരൊക്കെ നമുക്ക് ഇൻഫ്ലുവൻസ് ആകാറുണ്ട് നമ്മുടെ ഈ നടൻ എന്നുള്ളൊരു പഠനത്തിൽ. അങ്ങനെ ഇന്നൊരു ക്യാരക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരുപാട് പേര് പല രീതിയിലൊക്കെ അല്ലേ, പിന്നെ പല രീതിയിൽ അഭിനയിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ചേട്ടൻ ഇപ്പൊ പറഞ്ഞില്ലേ എന്താ മീഡിയ ഇപ്പൊ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. സോ ഞാൻ ആക്ച്വലി ഇങ്ങനെ പെട്ടെന്ന് ദിനേശ് ചേട്ടനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കാമെന്ന് വെച്ചാൽ നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അത്ര ആക്റ്റീവ് ഒന്നും അല്ല, 2021 അങ്ങാണ്ട് എന്തോ ഒരു പോസ്റ്റ് ഇട്ടതാണ്. അപ്പൊ മനഃപൂർവ്വമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആക്റ്റീവ് ആവാത്തതാണോ അതോ വേണ്ട എന്ന് വെച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലാണോ? ചുമ്മാ ചോദിച്ചതാ. അല്ല, ചോദിക്കൂ, അതിനെന്താണ്, നമ്മൾ ആരും ഇവിടത്തെ ഒരു ടൈം ഓഫ് പീരീഡിൽ ജീവിച്ചു പോകലോ, അതുകൊണ്ട് എന്തുകൊണ്ടും ചോദിക്കാം, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പൊതുവെ പണ്ട് തൊട്ട് തന്നെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഞാനിപ്പോൾ മൊബൈൽ വന്നു, ഞാൻ ഉപയോഗിക്കുന്ന പഴയ മൊബൈൽ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഈ മൊബൈൽ മേടിക്കാനുള്ള സാമ്പത്തികമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ മാത്രമല്ല എൻ്റെ വേറെ സുഹൃത്തുണ്ട്, ചില ആൾക്കാർ അങ്ങനെയാണ്, നമ്മൾ അങ്ങനെ സിംപ്ലിസിറ്റി ആകാൻ വേണ്ടി ശ്രമിക്കില്ല, അതിനോട് വലിയ ഇൻട്രസ്റ്റഡ് അല്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പം ചെയ്യാറുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യം വിളിച്ച് ചോദിക്കാം എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ, എടാ എന്നെ കുറിച്ച് ഇപ്പം കഴിഞ്ഞ ദിവസം ജിസാർ പറഞ്ഞൊരു വീഡിയോ അങ്ങനെ നന്നായിരുന്നു, നല്ല നടനാണെന്നൊക്കെ നല്ലപോലെ ചെയ്തായിരുന്നു പറയുമ്പോൾ ഞാനത് ഇടാം, നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഇടാല്ലേ, കുഴപ്പമില്ലല്ലേ എന്ന് അടുത്ത ഫ്രണ്ടിനോട് ചർച്ച ചെയ്യും. അപ്പൊ പറയടാ ഇട്, ഇന്നത്തെ കാലഘട്ടം ഇങ്ങനെയാണ്, അല്ല നിന്നെ കുറിച്ച് പ്രൊമോഷൻ നടത്താൻ നീ അല്ലാതെ പിന്നെ വേറെ ആരാണുള്ളത്. ഇപ്പൊ നമ്മളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ഇതിനെ ഒരു എന്താ ചെയ്യേണ്ടത്, ലീഡ് കൊടുക്കണം, എന്നാലേ മാത്രമേ പറ്റുള്ളൂ, വേറെ ആരും അങ്ങനെയായി മാറി. പക്ഷെ ഞാൻ ഇതിന് ജെന്യുവനായിട്ട് എന്റെ ഒരു ചിന്തയാണ് കേട്ടോ. സത്യത്തിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു നടൻ ജോ ഇപ്പൊ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ പൊതുവെ ആൾക്കാരൊക്കെ ഒരു ഇൻസ്റ്റയിലൂടെ സെർച്ച് ചെയ്യും, ആ ഇൻസ്റ്റയിലെ ഫോട്ടോസും ഇതൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും നിങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെ ആയി നമ്മുടെ ഒരു കാലം, അല്ലെങ്കിൽ കുറെ മേഖലകളിൽ ഇതിനെയൊക്കെ ആകാറുണ്ട്. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഇതിനെക്കാട്ടിയൊക്കെ നമ്മളൊരു നാച്ചുറൽ ആകണ്ടേ. ഇപ്പൊ എൻ്റെ ഒരു അഭിനയം കണ്ടിട്ട് എൻ്റെ സിനിമകൾ മുൻകൂട്ടി നിങ്ങൾ കണ്ടിട്ട് ആ സിനിമയിൽ അയാൾ ക്യാരക്ടർ കുഴപ്പമില്ല, അയാളെ വിളിക്കാം നമുക്ക് ഈ സിനിമയിൽ. അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കുറെ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി മറ്റേ നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത് കണ്ടിട്ട് വരുന്നതാണോ എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ എനിക്ക് ചില കാര്യങ്ങൾ ഇതിലൊന്നും നമ്മളൊരു നാച്ചുറൽ അല്ല. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ജോ ഇൻസ്റ്റാഗ്രാമിൽ പലരെയും ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ?
ഇവര് ചിലവര് ജോയിനെ അറിയാവുന്ന ആൾക്കാർ കാണും. ജസ്റ്റ് ഇതായിട്ടുള്ള ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് പരിചയപ്പെട്ട എന്നെക്കാട്ടിയും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഏതെങ്കിലും സിനിമാ നടനോ സിനിമാ നടിയോ ഞാൻ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്ക് എന്നെ അറിയാമെന്ന് വിചാരിക്കുക. പക്ഷെ ഇവരെന്നെ ഫോളോ ചെയ്യുമോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? എന്നാ പിന്നെ നമ്മൾ അവരെന്തിനാ ഫോളോ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്ത വരത്തില്ല. അപ്പൊ അവിടെ നാച്ചുറൽ ആയോ? ഇപ്പം ജോയിനെ ഞാനിപ്പോ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു. നമ്മളിപ്പം ഇപ്പൊ ഒരു ഇന്റർവ്യൂ ചെയ്തു, എനിക്കറിയാം. ഓക്കെ, താൻ എന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ, ഞാൻ ചിലപ്പോൾ തന്നെ തിരിച്ച് ഫോളോ ചെയ്യും. അതെനിക്ക് അറിയാവുന്ന ആൾക്കാരെയുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഇതൊന്നും ഇത്രക്കും നാച്ചുറൽ ആയിട്ട് പോകുന്ന ഒരു കാര്യമല്ല. അപ്പൊ അങ്ങനെയാണ് എന്റെ ചിന്ത. അത് എന്റെ ചിന്തയാണ്. അപ്പൊ അതിലൊക്കെ ഇപ്പം ചെയ്യാറുണ്ട്. എന്റെ ഫോട്ടോസും ഇപ്പം വരുന്ന നല്ല കമന്റ്സ് ഒക്കെ പറയുന്നതൊക്കെ ഇടും. അതൊക്കെ ചെയ്താൽ ഇനി വർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അതൊരു ബിസിനസ് പോലെ ആകുന്നു ചില കാര്യങ്ങൾ, അതിനുവേണ്ടി ചെയ്യുന്നതാണ്. ഇതൊക്കെ ഇപ്പൊ ഒരു ബിസിനസ് ആയി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിങ്ങനെ ചേട്ടൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമുക്കിപ്പോ പേഴ്സണലി അറിയാവുന്നവരാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യും. അല്ലാണ്ട് നമ്മൾ അവരോടുള്ള അവരുടെ അപ്ഡേറ്റ് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോളോ ചെയ്യുന്നതും, അല്ലെങ്കിൽ എന്റർടൈൻ ചെയ്യുന്ന എന്തെങ്കിലും വീഡിയോസ് വരുമ്പോഴായിരിക്കും നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നതും ഒക്കെ. അപ്പം ഞാനിങ്ങനെ ചേട്ടൻ പറഞ്ഞത് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അല്ല, ഞാൻ പറഞ്ഞറിയാം, മറ്റേ ഇപ്പം മമ്മൂക്കാനെ പോലൊരാളോ അല്ലാതോ ഇപ്പം വലിയ നിലനിൽക്കുന്നവരല്ലേ അവർക്കൊക്കെ മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള നമ്മളൊരു നോർമലി പോകുന്ന ആൾക്കാർ പോലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്റെ പോലെ തന്നെ റേഞ്ച് നിൽക്കുന്ന ആളെ എനിക്ക് അറിയാൻ കിട്ടും. ഞാൻ അതുകൊണ്ട് പറയല്ല, അവരുടെയൊക്കെ ചിന്തിക്കുന്ന അവൻ ഇപ്പം അവിടെ ഒരു ഉയർച്ച താഴ്ച ചിന്താഗതികളില്ലേ? എന്തുകൊണ്ട്? അതാണ് എനിക്കറിയാം, ഞാൻ ചിന്തിക്കുകയാണ്. ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ, ഇപ്പൊ അങ്ങനെ ഒരു ഫോളോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ നമ്മളിപ്പം പെട്ടെന്ന് കണ്ട ഒരു ഫ്രണ്ട്സ് ആണെന്ന് വെച്ചോ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു തിയറി എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഇപ്പം ജസ്റ്റ് ഇപ്പം വലിയ ഫേമസ് ആയുള്ള ആളൊന്നും അല്ല, പക്ഷെ നമ്മൾ ചുമ്മാ അങ്ങോട്ട് ഫോളോ ചെയ്താൽ ഞാൻ വേണേ തിരിച്ച് ഫോളോ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്തിട്ട് ഇങ്ങോട്ട് ഫോളോ ചെയ്യേണ്ട, അങ്ങനെ ഒരു ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ടുണ്ട് എന്നൊരു സാധനമാണ്. അല്ല പിന്നെ നമ്മൾ അങ്ങോട്ട് ഫോളോ ചെയ്തില്ലേ നമ്മളെ അൺഫോളോ ചെയ്ത് പോകുന്ന ടീംസ് ഒക്കെയാ. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ സിസ്റ്റമാ. അതില് കുറെ ഒന്നും ഞാൻ പറഞ്ഞ അതൊക്കെ അങ്ങനെയാണ്. കുറെ കാര്യങ്ങൾ നാച്ചുറൽ അല്ല. പിന്നെ എല്ലാരും ഒരേ രീതി ചിന്തിക്കുന്നു, അങ്ങനെ കാണുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ എന്റെ ഒരു ചിന്ത പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ചേട്ടനോട് ചോദിച്ചു ചേട്ടനിൽ നിന്ന് അറിയാനായിട്ട് പറ്റി. അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്നത് SK ഹോട്ട്സ്പോട്ട് ആണ്. കൂടെയുള്ളത് ജോ ആണ്. അപ്പൊ ദിനീഷ് ചേട്ടന്റെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം, അറിയാം SK ഹോട്ട്സ്പോട്ടിലൂടെ. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. അങ്ങനെ നമ്മൾ പല വിധമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ദിനീഷ് ചേട്ടനാണ്. തലവൻ എന്ന സിനിമയിലെ ലേറ്റസ്റ്റ് ഇറങ്ങിയ പടത്തിന്റെയാണ് പറയുന്നത്. തലവനിലെ മനു എന്ന കഥാപാത്രത്തെ ചെയ്ത ദിനീഷ് P. അപ്പൊ ചേട്ടാ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇങ്ങനെ ചേട്ടൻ ചെയ്ത ഫിലിംസിലൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സഞ്ചരിച്ചപ്പോൾ നമ്മൾക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ എല്ലാവരും ദിനീഷ് ഈ ചേട്ടനാണ് നമുക്ക് SK ഹോട്ട്സ്പോട്ടിൽ ഈ ആഴ്ച വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ ഇദ്ദേഹം ചെയ്ത ഈ ക്യാരക്ടറല്ല. അപ്പം ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കിയപ്പോൾ ഓക്കെ, എല്ലാം ഒരു വില്ലൻ ക്യാരക്ടറാണ്. പക്ഷേ ഇതിനകത്ത് നമ്മളൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ഞങ്ങൾ തന്നെ സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു, എല്ലാത്തിനകത്തും അതിൻ്റെതായിട്ടുള്ള ഓരോ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം നായാട്ടിലാണെങ്കിൽ നമുക്കൊരു ഫീച്ചർ ഉണ്ട്, അതിനകത്തൊരു കഥാപാത്രം വേറെ. ഈവൻ ലേറ്റസ്റ്റ് വന്ന തലവനിലെ ആണെങ്കിലും അതിനകത്തും അതിൻ്റെതായിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്. സോ ഓരോ കഥാപാത്രത്തിനും ഡിഫറെന്റ് വേരിയേഷൻസ് ഉണ്ട്. ഇപ്പൊ ഒരു വില്ലൻ ആണെന്ന് പറഞ്ഞാലും സോ ആ ഒരു വേരിയേഷൻസ് എങ്ങനെയാ ചേട്ടനെ പിടിക്കുന്നത്? അത് താങ്കൾ അങ്ങനെ പറഞ്ഞതിൽ സന്തോഷം. ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ചിലവരൊക്കെ ഒന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് ഈ ടൈപ്പ് കാസ്റ്റ് ആകുന്നില്ലേ എന്നുള്ളത്. അപ്പൊ ഞാൻ അവരോട് പറയും, എങ്ങനെയാണ് ടൈപ്പ് കാസ്റ്റ് ആകുന്നത്? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരേ കഥാപാത്രമാണ്. ഇപ്പം നായാട്ടില് ജോ പറഞ്ഞ കണക്ക് അതൊരു ചെറുപ്പക്കാരൻ ആയിട്ടുള്ള ഒരു ഭയങ്കര കലിപ്പായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ. നേരെ ഞാൻ കടുവയിലോട്ട് വരുമ്പോഴേക്കും വില്ലനാണെന്ന് പറഞ്ഞാലും അയാളൊരു സൈക്കോയാണ്. കടുവയിൽ ചെയ്ത ക്യാരക്ടർ ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പം നമ്മൾ ആ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ആലോചിക്കാറുള്ളൂ. അപ്പം ആ ക്യാരക്ടറിൽ മാക്സിമം ഡിഫറൻസ് വരുത്താൻ നോക്കും. സിനിമയുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതായത് നായകനെതിരെ നിൽക്കുന്നവൻ വില്ലൻ, അതായത് ഹീറോയുടെ എതിരെ വന്ന് അടിയുണ്ടാക്കുന്നവൻ അല്ലാതെ വില്ലൻ. സത്യത്തിൽ അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അയാളുടെ ഭാഗത്തായിരിക്കും ന്യായം. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഞാൻ ചിന്തിക്കുമ്പോഴേക്കും സത്യത്തില് ഇപ്പം തലവന് വിട്ടൊരു ഇപ്പൊ ആൾക്കാർ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല. അല്ലാതുള്ള ഇപ്പൊ നായക സിനിമയിൽ നോക്കുമ്പോ എന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ ശരികളുണ്ട്. എന്റെ സുഹൃത്തിന്റെ വണ്ടി ഇടിച്ചിട്ടിട്ട് അവര് നിർത്താതെ പോയതിന് ഞാൻ ചോദിക്കാൻ ചെല്ലുകയാണ്. അതിലെങ്ങനെയാണ് എന്റെ ഭാഗത്ത് തെറ്റാവുന്നത്? അതായത് ഒരു പോലീസ് ഓഫീസർ എന്റെ സുഹൃത്തിനെ വണ്ടി ഇടിച്ചിട്ടിട്ട് പോകുമ്പോൾ അതിനെതിരെ ചോദിക്കാൻ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അയാളുടെ ഭാഗത്ത് ശരിയല്ലേ അത്? അപ്പൊ ഞാൻ വില്ലനാണോ എന്ന് ചോദിക്കുന്നതിൽ അവിടെ അർത്ഥമില്ല.
അപ്പം പിന്നെ ജോ ചോദിച്ചതുപോലുള്ള കാര്യങ്ങളിൽ പല ഡിഫറൻസ് ഈ ഷെയ്ഡ് ഒന്നാവുമ്പോഴുണ്ടല്ലോ ഒരു ആക്ടറിൽ പാടാണ്. നമുക്ക് എല്ലാ സിനിമയിലും വരുമ്പോഴേക്കും ഭയങ്കര നമുക്ക് അങ്ങനെ തോന്നിട്ടുള്ളൂ. ഷോ ഇത് തന്നെയാണല്ലോ അതിനകത്തും കണ്ടേ, അങ്ങനെ ഒരു സാധനം നമുക്ക് തോന്നുന്നില്ല. അതിനകത്ത് നിന്നും വ്യത്യസ്തമാണ് അടുത്തത്. അതൊരു സാധനം എന്തുമാത്രം അതിനൊരു എഫേർട്ട് ഇടുന്നുണ്ട്. അതാണ് നമ്മളെല്ലാരും ഇങ്ങനെ ഓ ഗോഡ് ഇങ്ങനെ ഒന്ന് ആകർഷിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. അത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടോ, ഞാൻ ഈ ഒരു ആക്ടർ ആകുമ്പോഴേ നമ്മൾ ഒരു സിനിമയിൽ അഭിനയിച്ചതുപോലെ അടുത്ത സിനിമയിൽ അഭിനയിച്ചിട്ട് കാര്യമില്ല. കാര്യം ആൾക്കാർക്ക് അത് ബോറടിച്ചു തുടങ്ങി. ഇപ്പൊ നായാട്ട് ഗംഭീരമായെന്ന് എല്ലാവരും പറയാണ്. ഇപ്പൊ നായാട്ട് പോലെ തന്നെ അടുത്ത സിനിമയിൽ അവന്ന് അഭിനയിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ചെയ്യാറുള്ളത് ഒരു ക്യാരക്ടർ കേൾക്കുമ്പോൾ വില്ലൻ ഷെയ്ഡാണ് ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്യാരക്ടർ എങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ചിന്തിച്ചിട്ട് മാക്സിമം കാര്യങ്ങൾ അപ്ലൈ ചെയ്യും. അപ്പൊ അത് നോട്ടത്തിലാണെങ്കിലും നടപ്പിലൊക്കെ ആണെങ്കിലൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ ഒരു നേരത്തെ പറഞ്ഞില്ലേ, ഇത് പിന്നെ ഓൺ ദ സ്പോട്ടില് ഒരു മൂഡാണ്. നമ്മളൊരു ആക്ടറിന്റെ ഒരു മൂഡാണ്. ഒരു ആക്ടറിന്റെ മൈൻഡില് പെട്ടെന്ന് നിൽക്കുമ്പോൾ നല്ല കാര്യങ്ങൾ വരും. ഞാനൊക്കെ ഒരു മൂഡ് ആക്ടറാണ്, തുറന്നു പറയും. കാര്യം ഞാനൊരു മൂഡ് ആക്ടർ, ഞാനത് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ ശ്രമിക്കാറില്ല. അപ്പൊ മാക്സിമം അപ്പത്തൊരു മൂടി ചെയ്യുന്നതാണ്, പിന്നെ അത് സംഭവിക്കപ്പെടുന്നു. ഈ സിനിമയിലേക്ക് ഇപ്പം ഏതൊരു ജോബ് ചെയ്ത് ഇപ്പം ഇവൻ ഒരു ആർജായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളോട് പറയും ഭയങ്കര ഒബ്സർവേഷൻ ഉണ്ടാവണം എന്നൊക്കെ ആദ്യം നമ്മൾ വരുമ്പോൾ നമുക്കൊരു ട്രെയിനിങ് ഒക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ഒരു ആക്ടർ എന്ന നിലയിൽ വൻ രീതിയിലുള്ള ഒരു ഒബ്സർവേഷൻ വേണം എന്നുള്ളത്. കാരണം പല വ്യക്തികളെ നമ്മൾ ഭയങ്കരമായിട്ടും കീനായിട്ടുള്ളൊരു ഒബ്സർവേഷൻ വേണം എന്നൊക്കെ നമുക്ക് ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ സിനിമയിലേക്ക് വന്നതിന് ശേഷം ചേട്ടൻ പലരെയും ഒബ്സർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? സോ ഓരോ മാറ്റം വരുത്താനായിട്ട് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് ആ ഒരു ചേട്ടൻ്റെതായിട്ടുള്ള ഒരു പഠനം എങ്ങനെ പോകുന്നു? ഞാൻ ഒബ്സർവ് സത്യമാണ്. ഒരു ആക്ടർ എപ്പോഴും സബ്ജക്റ്റീവ് ആയിരിക്കണം, ഒബ്സർവേഷൻ വേണം ഒരു ആക്ടറിന് എനിക്ക് തോന്നുന്നു. കാര്യം ഒരു ആക്ടർ സബ്ജക്റ്റീവ് ആയിരിക്കണം. കാര്യം അയാൾക്കൊരു ഓൺ സബ്ജക്റ്റീവ് ആണ്. ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ അറിയണം. ഞാൻ പറഞ്ഞ ഭയങ്കര അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയല്ല, അങ്ങനെ ഒരു സബ്ജക്റ്റീവ് പേഴ്സൺ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്, അത് നമ്മൾ അറിയാതെ നടക്കുന്നുണ്ട്. ഞാനിപ്പം പറയത്തില്ല, ഞാൻ പണ്ട് ഇതൊക്കെ മുമ്പ് ബസ്സുകളിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട്, നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കാണാറുണ്ട്, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാണാറുണ്ട്. പിന്നെ പലരുടെയും കഥകൾ പലരും പറയും. ഇപ്പം പറഞ്ഞില്ല ഇന്നൊരാൾ അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പഴയ ഒരു റൗഡിനെ കുറിച്ചൊരു കഥ ഒരാൾ നമ്മളോട് പറയുന്നു. അപ്പൊ നമ്മൾ അയാളെ കുറിച്ചൊരു ക്യാരക്ടർ നമ്മുടെ കഥ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തന്നെ താങ്കളൊരു ബുക്ക് വായിക്കുമ്പോൾ താങ്കളുടെ ഓൺ ക്രിയേഷൻ അല്ലേ നടക്കുന്നത്, കാണുന്നത് അതിന്റെ വിഷ്വൽ നടക്കുന്നത്. ജോ വായിക്കുമ്പോൾ ജോയുടെ മൈൻഡിൽ ആ ക്യാരക്ടർ അങ്ങനെ എന്റെ മൈൻഡിലെ ഒരു വിഷ്വൽ നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ട്, അത് വേറെ രീതിയിലായിരിക്കും. അപ്പം ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത്. അപ്പം ഇത് കണ്ടിട്ടുണ്ട്, എവിടെയൊക്കെ കണ്ടതൊക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കടുവ എന്ന് പറയുന്ന സിനിമ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സൈക്കോ, എനിക്ക് ലിമിറ്റഡ് ടൈം ഇതേ ഉള്ളു. അപ്പൊ ഞാൻ സൈക്കോ ആയിട്ട് ബിഹേവ് ചെയ്യണം. എനിക്ക് സീൻസ് ഇല്ല വലിയ, ഞാൻ ജസ്റ്റ് ആ പള്ളി പെരുന്നാളിന് വന്ന് ഇറങ്ങുന്നു, അവിടെ 2-3 പേരെ കുത്തിക്കൊല്ലുന്നു, അങ്ങനെ. അപ്പൊ ഈ സൈക്കോ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഐഡിയ ഇല്ല. ഞാൻ അങ്ങനെയുള്ള സൈക്കോ ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ലൈഫിൽ. ഞാനിങ്ങനെ പ്രാന്താശുപത്രി അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ എന്നോട് വന്നിട്ട് രസകരമായ ഒരു സന്തോഷമായ സംഭവമാണ് കേട്ടോ. ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ മാറി നിന്നപ്പോൾ എന്നോട് ഒരു ചേട്ടൻ വന്ന് പരിചയപ്പെട്ടു. പുള്ളി എന്നോട് പറഞ്ഞ് ദിനീഷിന്റെ നായാട്ടൊക്കെ കണ്ടായിരുന്നു, നന്നായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇപ്പം ചെയ്യുന്നത് എങ്ങനെ? പുള്ളി പറയാം, നന്നായിട്ടുണ്ട് മോനെ. എന്റെ ഒരു ബന്ധുക്കാരൻ പയ്യനെയും കൊണ്ട് ഞാൻ ഇങ്ങനെ ഇതേപോലത്തെ സ്ഥലത്ത് പോയിട്ടുണ്ടോ ഹോസ്പിറ്റലില്. അപ്പൊ അവിടെയുള്ള ആൾക്കാരൊക്കെ കാണിക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടോ ഒന്നുമില്ല. എന്നിട്ട് ഓൺ ദ സ്പോട്ടിൽ ഒരു സാധനം ചെയ്ത് വിട്ടതാണ്. ചെയ്ത് വിട്ട് കഴിഞ്ഞപ്പോൾ ഈ പുള്ളി ഇത് കണ്ടിട്ട് പറയാം, മോൻ ചെയ്യുന്നത് പോലെയൊക്കെ തന്നെയാണ് അവിടെയുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. അപ്പൊ ഒരു സന്തോഷം തോന്നി. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, അത് നമ്മളൊരു വായനാശീലമൊക്കെ വേണം. ഞാനൊന്നും വായിക്കുന്ന ആളൊന്നും അല്ല കേട്ടോ, സത്യം പറയല്ല. ഞാൻ ഇങ്ങനെ ഇപ്പോഴൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ, അതും ഒരുപാട് ബുക്കുകളൊന്നും വായിക്കുന്ന ആളൊന്നുമില്ല. ഇഷ്ടം തോന്നണം, അങ്ങനെയുള്ള ബുക്കൊക്കെ വായിക്കത്തുള്ളേ. ഒരുപാട് ഐഡിയാസ് വരുമല്ലോ. ഓക്കെ, നമ്മുടെ ഇമാജിനേഷൻ കുറെ കൂടെ ഒന്ന് ഡെവലപ്പ് ആകും അല്ലെ? അപ്പം എന്തായാലും അതൊരു അടിപൊളി കാര്യം തന്നെയായിരുന്നു. സോ എന്തായാലും ചേട്ടന്റെ ആ ഒരു സന്തോഷത്തിലും നമ്മളും പങ്കാളികളാകുന്നു. ഇനിയും അടിപൊളിയായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ വരട്ടെ. അതോടൊപ്പം തന്നെ ഇനിയും ചേട്ടനോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാനായിട്ടുണ്ട് എനിക്ക്. അപ്പൊ എന്തായാലും പാട്ടുകൾക്ക് ശേഷം ദിനീഷ് ചേട്ടനോടുള്ള മറ്റു കാര്യങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.
SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ദിനീഷ് പി. അപ്പോൾ ചേട്ടൻ്റെ ഒരുപാട് സിനിമ ജീവിത വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അപ്പം ചേട്ടാ, ഇനിയിപ്പം ഏതൊക്കെയാണ് നമ്മളിനി കാത്തിരിക്കുന്നത് ഒരു പ്രേക്ഷകർ എന്ന നിലയിൽ? ഇനി ദിനീഷ് ചേട്ടൻ്റെ ആ ഒരു മുഖം ഇനി ബിഗ് സ്ക്രീനിൽ വരുന്നത് ഏതൊക്കെ സിനിമകളിലൂടെയാണ്? പുതിയ പ്രോജക്ട്സ് ഒക്കെ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്? തമിഴിലേക്കൊക്കെ പോയി നമ്മൾ കേട്ടു. അപ്പം അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് പറയാമോ? തമിഴ് സിനിമ ഒരെണ്ണം ചെയ്തായിരുന്നു, അത് ഇറങ്ങി. അതിനകത്ത് വലിയ ഒരു റോളൊന്നും അല്ല. കാര്യം നിങ്ങൾ തന്നെ മലയാള സിനിമയെ കാണുന്ന അങ്ങനത്തെ റോളൊന്നും അല്ല. അത് ഇറങ്ങി ഇപ്പോൾ ഓൾറെഡി. ബിജു നമ്പ്യാർ സാറിന്റെ അർജുൻ ദാസ് പോർ എന്ന് പറയുന്ന മൂവിയായിരുന്നു. അതിനകത്ത് കുറെ നാൾ മുമ്പ് ചെയ്ത സിനിമയാണ്. അപ്പൊ അതിനകത്തൊരു ചെറിയ ക്യാരക്ടർ ചെയ്തു. പിന്നെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വേറൊരു മുംബൈ കമ്പനിയായിട്ടുള്ള ബോളിവുഡ് ടീമായിരുന്നു ആ സിനിമ ചെയ്തത്. ബോളിവുഡിലും ഉണ്ട്, ഹിന്ദിയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, തമിഴിൽ ഷൂട്ട്, ഒരേ സമയം 2 രീതിയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നായകന്റെ ഒരു നാട്ടിൻ പുറത്ത് ഫ്രണ്ടായിട്ടുള്ള റോളായിരുന്നു. അത് ഞാൻ തന്നെ ആയിരുന്നു 2 ചെയ്തത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അതൊരു നല്ല ഭയങ്കര വലിയൊരു ക്യാരക്ടർ റോളൊന്നും അല്ല. അങ്ങനെ പിന്നെ ഒരു തമിഴ് സിനിമ ചെയ്യാൻ പറ്റി. പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വേറെ തമിഴ് സിനിമകളിൽ നിന്നൊക്കെ. പിന്നെ അതങ്ങോട്ടൊന്നും വന്നില്ല, സിനിമയല്ലേ. പിന്നെ പുതിയതായിട്ട് ഇറങ്ങാനിരിക്കുന്നത് മലയാളത്തില് ഞാൻ, ഡാൻ ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടനൊക്കെ ആയിട്ടൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ആകാശ് നാരായണൻ എന്ന് പറയുന്ന ഒരു പുതിയ ആളാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് എനിക്ക് ഇച്ചിരിയും കൂടെ മുഴുനീള റോളാണ് മറ്റുള്ള സിനിമകളിൽ നിന്ന്. അത് ഇറങ്ങാനുണ്ട്. പിന്നെ കുമ്മാട്ടിക്കളി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങാനുണ്ട്. പിന്നെ ഞാനും മറ്റേ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ തന്മയ മോളും കൂടി ഒരു ഫീച്ചേഴ്സ് ഫിലിം ഫെസ്റ്റിവൽ മൂവി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു മെയിൻ റോളാണ്, മുഴുനീള റോളായിട്ട്. അപ്പൊ ആ സിനിമ ഇറങ്ങാനുണ്ട്. അതൊരു ഫെസ്റ്റിവൽ മൂവിയാണ്, എങ്കിലും എനിക്കത് ഇഷ്ടപ്പെട്ടു ഒരുപാട്. ഒരു ഡിഫറെന്റ് ക്യാരക്ടറായിരുന്നു, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. പിന്നെ സിനിമയില് ഒരുപാടുണ്ട്. ഒരു ചെറിയ കുഞ്ഞു സിനിമയാണ്, ഒരു 1.25 മണിക്കൂറിന്റെ സിനിമയാണ്. പക്ഷെ അത് നല്ലൊരു വർക്കായിരുന്നു, നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെയാണ് പുതിയതായി ഇറങ്ങാൻ നിൽക്കുന്നത്. പിന്നെ ഇപ്പം ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിപ്പം മഴയുണ്ട് നിർത്തി വെച്ചിരിക്കുന്നു. അരുൺ വൈകി എന്ന് പറയുന്ന ഡയറക്ടിങ് നമ്മുടെ ഉപചാരപൂർവ്വം ഗുണ്ടാജയൻ എന്നൊക്കെ പറഞ്ഞൊരു പടം ചെയ്തു. അപ്പൊ ഇതൊക്കെയാണ് പുതിയത് ഇറങ്ങാനുള്ളത്. ഇനി ആരെങ്കിലൊക്കെ പുതിയ മറ്റു കഥാപാത്രങ്ങളൊക്കെ ആരായിരിക്കും, ഏതിലാണ് ഈ ഇറങ്ങാനുള്ളത്? അതെ അതെ, ഇപ്പൊ അഭിനയിക്കുന്ന സിനിമകളിലേക്ക് അതില് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പുതിയ ആക്ടറാണ് നായകനായിട്ടൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സിനിമയില് ഒരുപാട് പേരുണ്ട്. ഇന്ദ്രൻ ചേട്ടനുണ്ട്. ഞാൻ കണ്ടില്ല, എന്റെ സീനില് പുള്ളിയായിട്ടേ ഉള്ള, വേറെ കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ടെന്നായിരുന്നു. ഇതൊക്കെയാണ് പുതിയതായിട്ട് ഇറങ്ങാനിരിക്കുന്നത്. ഇനിയും പുതിയ സിനിമകളൊക്കെ ആരെങ്കിലൊക്കെ വിളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ വീട്ടിലിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് മുന്നോട്ട് ഇനി പോവാനായിട്ട് സാധിക്കട്ടെ. പ്രതീക്ഷകൾക്കൊക്കെ ഒത്തവണ്ണം എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ലൈഫിൽ ആക്ച്വലി ഇങ്ങോട്ട് തേടി വന്നതാണ് സിനിമ. അപ്പം സിനിമ ഇങ്ങനെ ചേട്ടനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് അടിപൊളിയായിട്ട് പോവട്ടെ. അപ്പം എന്തായാലും ഞങ്ങളുടെ സർഗക്ഷേത്ര 89.6 FM ഒരു ഓൾ ദ ബെസ്റ്റ് നമ്മൾ നേരുവാണ്. സോ ഒരുപാട് നന്ദി. കുറേ കാര്യങ്ങൾ സംസാരിച്ച്, കുറേ വിശേഷങ്ങൾ സംസാരിച്ച് ഇപ്പം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലിസണേഴ്സിനോട് ചേട്ടൻ എന്താണ് പറയാനായിട്ടുള്ളത്? വളരെയധികം സന്തോഷം. ഞാൻ ഇങ്ങനെ എന്റെ സിനിമാ വിശേഷങ്ങളൊന്നല്ല, എന്റെ ഒരു ജീവിതത്തിൽ സംഭവിച്ച കുറെ കാര്യങ്ങൾ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റി. ഞാനൊന്ന് ആക്ടർ എന്നുള്ള നിലയിൽ പുതിയതായി വരുന്ന ആൾക്കാർ, എന്നെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇനി അവരെയൊക്കെ സിനിമകൾ കണ്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു അവസരം നിങ്ങളായിട്ടൊക്കെ പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ദിനീഷ് ചേട്ടനാണ്, ദിനീഷ് പി. അപ്പം ചേട്ടൻ്റെ ഒരുപാട് സിനിമാ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടതു SK ഹോട്ട്സ്പോട്ടിലൂടെ. അപ്പം ഇനിയും ഒരുപാട് ഉന്നതിയിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ദിസ് ഈസ് RJ ജോ സൈനിങ് ഓഫ് ഫ്രം SK ഹോട്ട്സ്പോട്ട്. 89.6 FM, Sargachhe.